ഇന്ന് മെയ് 4-ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. പുൾസ് കൺട്രോൾ എടുത്ത ഒരു ദിവസമാണ്. സെൻസെക്സ് 350 പോയിന്റ് ജമ്പ് ചെയ്ത് 77,269 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 50 സ്ട്രോങ് ആയിട്ട് 24,119 മുകളിൽ ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി 54,878 സെറ്റ് ചെയ്തു. മെയിൻ ട്രിഗർ നോക്കുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ പ്രൈസ് 108 രൂപയ്ക്ക് താഴേക്ക് വന്നത് ഒരു വലിയ കാരണമായിട്ടുണ്ട്. ഇൻഫ്ലേഷൻ ഫിയർ കുറയ്ക്കാൻ തീർച്ചയായിട്ടും ഇതൊരു കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് സെന്റിമെന്റ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ ക്യൂസ് കൂടി സപ്പോർട്ടീവ് ആയിരുന്നു. ഓവറോൾ മൂഡ് പോസിറ്റീവ് ആയിട്ട് വരികയും ചെയ്തു. ടോപ്പ് 2 മാർക്കറ്റ് ഡ്രൈവേഴ്സ് നോക്കുകയാണെങ്കിൽ ബിഗ് ഇമ്പാക്ട് ന്യൂസ്. മാരുതി സുസുക്കി ഏപ്രിൽ സെയിൽസ് 33% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കൊണ്ടുവന്നു. സ്റ്റോക്ക് 4% റാലി കാണിച്ചു. ഓട്ടോ സെക്ടറിന് ഓവറോൾ ഒരു ബൂസ്റ്റ് കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ BHEL ക്വാർട്ടർ ഫോർ പ്രോഫിറ്റ് ഡബിൾ ആയിട്ടുണ്ട്. ഡിവിഡന്റ് അനൗൺസ്മെന്റ് കൂടി വന്നതോടെ സ്റ്റോക്ക് 7% ജമ്പ് ചെയ്തു. PSU റാലി ട്രിഗർ ചെയ്തു. ടോപ്പ് 3 ഇൻഡിവിജ്വൽ സ്റ്റോക്ക് സ്റ്റോറീസ് നോക്കുകയാണെങ്കിൽ BHEL സ്ട്രോങ് ക്വാർട്ടർ ഫോർ റിസൾട്ട് പ്ലസ് ഡിവിഡന്റ് ന്യൂസ്. സ്റ്റോക്ക് അപ്പർ സർക്യൂട്ട് ലെവലിലേക്ക് വരെ പോയ ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ അദാനി പോർട്സ് സ്ട്രോങ് കാർഗോ ഗ്രോത്തും അതുപോലെ തന്നെ സോളിഡ് റിസൾട്ടും സ്റ്റോക്ക് 5% ജമ്പ് ചെയ്യാനും ബ്രോക്കറേജുകളെല്ലാം ബുള്ളിഷ് ആവാനുമുള്ള ഒരു കാരണത്തിലേക്ക് എത്തിച്ചു. അതുപോലെ തന്നെ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഫിനാൻഷ്യൽ ഇയർ 26 പ്രോഫിറ്റ് 1,850 കോടി, ഏതാണ്ട് 32% കൂടുകയുണ്ടായി. റിയാലിറ്റി ഡിമാൻഡ് സ്ട്രോങ് ആകുകയും സ്റ്റോക്ക് പോസിറ്റീവ് മൂവിലേക്ക് വരികയും ചെയ്തു. ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ അദാനി പോർട്സ്, ഏഷ്യർ മോട്ടോഴ്സ്, ജിയോ ഫിനാൻസ്. ടോപ്പ് ലൂസേഴ്സ് കൊട്ടാക് ബാങ്ക്, ഭാരതി എയർടെൽ, ഡോക്ടർ റെഡ്ഡീസ്. അപ്പോൾ റിയാലിറ്റി, മെറ്റൽ, ഓട്ടോ സെക്ടറുകളൊക്കെ സ്ട്രെങ്ത് കാണിച്ചു. IT സെക്ടർ സ്റ്റിൽ അങ്ങനെ ഒരു വീക്ക്നെസ് തുടരുകയാണ്. നാളത്തെ മാർക്കറ്റിനെ പറ്റി പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ 24,000 നല്ലൊരു സപ്പോർട്ടും 24,300 ഒരു വലിയ റെസിസ്റ്റൻസ് ആയിട്ടും കാണുന്നുണ്ട്. 54,000 സപ്പോർട്ട് സോൺ ആണ് ബാങ്ക് നിഫ്റ്റിക്കുള്ളത്. കെയർഫുൾ ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ ക്രൂഡ് ഓയിലിന്റെ മൂവ്മെന്റ്, അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് ക്യൂസ്, IT സെക്ടർ റിക്കവറി ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം, ഇവയൊക്കെയാണ്. മാർക്കറ്റ് ഇപ്പോഴും വോളറ്റൈൽ ആണ്. നാളെ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ആകുമോ അല്ലെങ്കിൽ വീണ്ടും കൺസോൾട്ടേറ്റ് ആകുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ്. നാളത്തെ വാർത്തകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.